വണ്ടി പണി തന്നു. ഓക്കെ, പ്ലഗിൽ വെള്ളം കയറി, വണ്ടി സ്റ്റാർട്ടാവുന്നില്ല, പണി കിട്ടി. നല്ല വെള്ളമാണ്, പണി പാളും. 12 മണിക്കെന്തോ നീരണിയുന്നത്, ഞങ്ങളവിടെ എത്തുമ്പോൾ 1 മണി. അപ്പൊ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ രാവിലെ പോകുന്നത് മേൽപ്പാടത്തിലേക്കാണ്. മേൽപ്പാടത്തിൽ എന്തിനാ പോകുന്നതെന്ന് ആഷിക്ക് പറയും. ആഷിക്ക്, നമ്മൾ എന്തിനാ മേൽപ്പാടത്ത് പോകുന്നത്? ഒരു പുത്തൻ ചുണ്ടിറങ്ങുന്നുണ്ട് മേൽപ്പാടം, അത് കാണാൻ വേണ്ടി തന്നെ പോവുക. ഓക്കെ, അപ്പം നെഹ്റു ട്രോഫിക്കും CBLനും വേണ്ടി മേൽപ്പാടം ചുണ്ടിൽ നിന്ന് നീരണിയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ നേരെ മേൽപ്പാടത്തേക്ക് പോവാണ്. അപ്പൊ നമ്മുടെ മേൽപ്പാടം ഏത് ക്ലബ്ബാ തൊഴിലെന്ന് പറയുന്നത്? പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ്. ഇപ്പൊ നമ്മൾ രാവിലെ തന്നെ പോകുന്നത് മേൽപ്പാടത്തിലേക്ക്. ഇനി അവിടെ ചെന്നിട്ട് അവിടുത്തെ എന്താ പരിപാടീസ്, അല്ലെങ്കിൽ നീരണിന്ന് എന്താ പരിപാടീസ് നമുക്ക് നോക്കിട്ട് വരും. ഓക്കെ, ണ്ട് ഇന്നത്തെ നമ്മുടെ വെള്ളം കണ്ടോ? സീനാണ് ഗൈസ്, നല്ല വെള്ളം. ഈ റോഡ് വരണ്ടായിരുന്നു, ഗൂഗിൾ മാപ്പ് ചതിച്ചു. കുടിക്കായിരുന്നല്ലോ അത്രയ്ക്ക് നല്ല തെളിച്ചുള്ള വെള്ളം. ഈ സീരിയസ് ആയിട്ട് പണി കിട്ടി ഫ്രണ്ട്സ്. അപ്പം ഇന്ന് വെള്ളത്തിൻ്റെ അകത്ത് പോകുന്ന പരിപാടി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കഷ്ടകാലമാണെന്ന് തോന്നുന്നു കേട്ടാ. എവിടെ പോയാലും പണി കിട്ടും. പ്രത്യേകിച്ച് കുട്ടനാട് പോയി കഴിഞ്ഞാൽ വണ്ടി എപ്പോഴും പണി തരും. വണ്ടിയുടെ കുഴപ്പമില്ല, എത്ര വയസ്സായി, ഒരുപാട് പ്രായമായില്ലേ. സ്റ്റാർട്ടായി. ഇനി നമ്മൾ നേരെ മേൽപ്പാടത്തേക്ക്. ഇനി ഏകദേശം ഒരു 5 കിലോമീറ്റർ. നൈസ് റോഡാ, പക്ഷേ നമുക്ക് വണ്ടിയിൽ വരുന്നത് ടാസ്ക് കേട്ടോ. അതായത് ഇപ്പോൾ കാറിലൊക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇങ്ങനത്തെ ബൈക്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പ്ലഗൊക്കെ അതിൻ്റെ അത് വെള്ളമൊക്കെ കയറി കഴിഞ്ഞാൽ പണി കിട്ടും. 12 മണിക്കാണ് വെള്ളം നീരണിയെന്നാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളവിടെ എത്തുമ്പോൾ എന്തായാലും 12:30 ആവും തോന്നി. ഈ വെള്ളമാണ് നോക്കാം. നമ്മളിത് മേൽപ്പാടത്തെത്തി. ഇനി എന്താ വെള്ളത്തിൻ്റെ പരിപാടി നോക്കിയിട്ട് വരാം. ഓക്കെ, മേൽപ്പാടം ചുണ്ടൻ നീരണിച്ചിട്ട് ഏകദേശം 1 വർഷം ആവുന്നുള്ളൂ. കഴിഞ്ഞ CBLലും നെഹ്റു ട്രോഫിയും കണ്ടാൽ മനസ്സിലാവും നമുക്ക് എന്തോരം പൊട്ടൻഷ്യലുള്ള വെള്ളമാണെന്ന്. അത്രയ്ക്കും പൊട്ടൻഷ്യലുള്ള വെള്ളം ഈ വർഷം കൈകോർക്കുന്നത് സാക്ഷാൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബിനെ കുറിച്ച് അറിയാത്തവർക്കാണെങ്കിൽ ഞാൻ പറയാം. അതായത് നെഹ്റു ട്രോഫിയിൽ അടുപ്പിച്ച് 5 തവണ എന്ന റെക്കോർഡ് ഹോൾഡ് ചെയ്യുന്ന പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ്. നിലവിലെ നെഹ്റു ട്രോഫി ചാമ്പ്യനാണ്. അപ്പോൾ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ഞാനിത് പറയുന്നത്. ഓക്കെ, അങ്ങനെ വള്ളം നീരണിഞ്ഞ് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ പങ്കായങ്ങൾ, തുഴ, ഇടിയൻ ഇതെല്ലാം കൈമാറുക. അപ്പം നമുക്ക് ആദ്യം പങ്കായം നമ്മുടെ 1ാം ഓരക്കാരന് കൊടുക്കുകയാണ്. അപ്പം അത് കൊടുത്തു. അപ്പോൾ ഇനി അടുത്ത പരിപാടിയാണ് നമ്മുടെ 1ാം തുഴക്കാരൻ, അതായത് വരുൺ ശർമ്മയ്ക്കാണ് കൊടുക്കുന്നത്. വരുൺ ശർമ്മയെ കുറിച്ച് ആരോടും പറയേണ്ട കാര്യമില്ല. വരുൺ ശർമ്മയെ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറയുകയാണ്. വരുൺ ശർമ്മയാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബിൻ്റെ 1ാം തുഴക്കാരൻ. അതായത് ക്രിക്കറ്റിലെ വിരാട് കോഹ്ലി പോലെയാണ് വള്ളംകളിയിൽ വരുൺ ശർമ്മ. വരുൺ ശർമ്മയുടെ പേര് ഒരുപാട് റെക്കോർഡുണ്ട്, CBL ആണെങ്കിലും നെഹ്റു ട്രോഫിയിലാണെങ്കിലും. അപ്പം ഇടിയനും കൈമാറി. ഇനി അടുത്തത് വള്ളത്തിൻ്റെ ഫസ്റ്റ് ട്രയലാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് ട്രയൽ കണ്ടിട്ട് നമുക്ക് എന്താ അഭിപ്രായം, അതായത് നെഹ്റു ട്രോഫി പള്ളാത്തുരുത്തിയിലൂടെ മേൽപ്പാടത്തേക്ക് വരുമെന്ന് ഇപ്പം നമുക്കൊന്ന് ജഡ്ജ് ചെയ്ത് നോക്കാം. പക്ഷേ ഇപ്പം ജഡ്ജ് ചെയ്തിട്ട് കാര്യമില്ല. കാര്യം നെഹ്റു ട്രോഫിക്ക് ഇനിയും 10-35 ദിവസങ്ങളും മിച്ചമുണ്ട്. അപ്പം ആരാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണ് ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്നത്, അവർ മാത്രമേ നെഹ്റു ട്രോഫി നേടത്തുള്ളൂ. പള്ളാത്തുരുത്തി നേടട്ടെ എന്നാണ് എൻ്റെ പേഴ്സണൽ ആഗ്രഹം. അപ്പം വള്ളത്തിൻ്റെ തുഴച്ച് കണ്ട് ഞാൻ തന്നെ ചാർജായി. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ പരിപാടി മുഴുവൻ കഴിഞ്ഞു. മേൽപ്പാടം ചുണ്ടൻ ഇറങ്ങി നേരെ പള്ളാത്തുരുത്തിയിലേക്ക്. ഇനി അവർ നേരെ ഓഗസ്റ്റ് 30 നെഹ്റു ട്രോഫി ആയിട്ട് നേരെ തിരിച്ച് പിന്നെയും മേൽപ്പാടത്തിലെത്തുമ്പോൾ നമ്മൾ അപ്പോഴും നല്ലൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് PBC ആൻഡ് ദ മേൽപ്പാടം ചുണ്ടൻ. ഒപ്പം ഇറ്റ്സ് മീ വിച്ചൂട്ടി. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ, ബൈ ബൈ, ഗുഡ് ബൈ.